ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഷിഫൂസ് കിച്ചൻ ടൂറിലേക്ക് സ്വാഗതം. ചിക്കൻ വെച്ചിട്ട് നല്ലൊരു സ്നാക്സ് ആണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. ബ്രോസ്റ്റ് ചിക്കൻ ബൈറ്റ്സ് ആണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കും വലിയവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണത്. ഈ സ്നാക്സ് നമുക്ക് സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കാൻ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് എങ്ങനെ റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാനിവിടെ ചിക്കൻ എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ കഴുകി എടുത്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ചിക്കനാണ്. അപ്പോൾ ഇത്രയും വലുപ്പത്തിലാണ് ഞാൻ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത്രയും വലുപ്പത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മതി. നല്ല വലുതാവും വേണ്ട, നല്ലതുപോലെ ചെറുതാവും വേണ്ട. ഇത്രയും വലുപ്പത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ എല്ലില്ലാത്ത പീസ് ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എല്ലില്ലാത്ത പീസ് ചിക്കൻ തന്നെ നമ്മൾ എടുക്കുക. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്പൂൺ സോയാ സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂണ് ചില്ലി ഫ്ലെക്സും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അര സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അര സ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അര സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ സോയാ സോസിൽ ഉപ്പുള്ളതാണ്. അപ്പോൾ ഉപ്പ് കൂടി പോവാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഈ സ്നാക്സിലേക്ക് വേണ്ടിയിട്ട് ചിക്കൻ എടുക്കുമ്പോൾ എല്ലില്ലാത്ത പീസ് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലില്ലാത്ത പീസ് വെച്ചിട്ടാണ് ഈ സ്നാക്സ് റെഡിയാക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ്. ഇപ്പം നമ്മൾ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ഒരു കോട്ടിങ് ചെയ്തിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പം നമുക്ക് ഇതിലേക്ക് ഒരു അര കപ്പ് മൈദയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കൊരു 2 സ്പൂണ് കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂണ് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു 1/4 സ്പൂണ് ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് സമയം എടുത്തിട്ട് തന്നെ നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ട് 1.5 മണിക്കൂർ ആയിട്ടുണ്ട്. ഇപ്പം ഞാനിത് ഇതുപോലെ നമ്മുടെ ഈ ഫ്ലോറിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഫസ്റ്റ് കോട്ട് ചെയ്തെടുത്തിട്ടുള്ള വീഡിയോസിൻ്റെ അടുത്ത് മിസ്സായി പോയതാണ്. അപ്പം നമ്മൾ ഓരോ ചിക്കനും നമുക്ക് ഇതുപോലെ അങ്ങ് നമ്മുടെ ഫ്ലോറിലിട്ടിട്ട് അങ്ങ് കോട്ട് ചെയ്തെടുക്കാം. നമ്മളിതുപോലെ എല്ലാ ചിക്കൻ പീസും ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കുറച്ച് പച്ചവെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ഫ്ലോറിൽ ബാക്കിയുള്ള ഫ്ലോറും കൂടെ നമ്മൾ ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഓരോ ചിക്കൻ പീസും ഇതുപോലെ എടുത്തിട്ട് വെള്ളത്തിൽ ഇതുപോലെ അങ്ങ് മുക്കിയെടുത്തിട്ട് നമ്മുടെ ആ ഫ്ലോറിൽ ഇതുപോലെ ഒരു പ്രാവശ്യം കൂടെ അങ്ങ് കോട്ട് ചെയ്തെടുക്കാം. നമ്മൾ 2 പ്രാവശ്യം കോട്ട് ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ പീസ് മുഴുവനായിട്ടും ഇതുപോലെ അങ്ങ് ചെയ്തെടുക്കാം. നമുക്ക് ഈ പച്ചവെള്ളത്തിന് പകരം നമുക്ക് എഗ്ഗ് വേണമെങ്കിലും എടുക്കാം. പക്ഷേ പച്ചവെള്ളമാണെങ്കിലും നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ സ്നാക്സ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാനിപ്പോൾ സാധാ പച്ചവെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് മുഴുവനായിട്ടും ഇതുപോലെ അങ്ങ് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് മുഴുവനായിട്ടും ഇതുപോലെ അങ്ങ് ചെയ്തെടുക്കാം. പച്ചവെള്ളത്തിന് പകരം നമുക്ക് എഗ്ഗ് എടുക്കാം. പക്ഷേ പച്ചവെള്ളമാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇപ്പോൾ ഇത് മുഴുവനായിട്ടും നമ്മൾ ഇതുപോലെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഗ്യാസിന് ഞാൻ ഇതുപോലെ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമ്മുടെ ഓരോ പീസ് ചിക്കനും ഇതുപോലെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിതുപോലെ ചിക്കൻ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ തീ ഒരു മീഡിയത്തിൽ ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ പുറം ഭാഗം പെട്ടെന്ന് തന്നെ കരിഞ്ഞിട്ട് വരും, ഉള്ളു വെന്തിട്ടും വരില്ല. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. തീ ഒരു മീഡിയത്തിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കിത് തിരിച്ചു മറിച്ചു ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കാൻ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക്
നമ്മൾ ഫസ്റ്റ് ഇട്ട് കൊടുത്തത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. തീയും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, മീഡിയത്തിലിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞിട്ട് പോവും, ഉൾഭാഗം അത് വെന്തിട്ട് വരില്ല. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പം നമ്മൾ ഫസ്റ്റ് ഇട്ട് കൊടുത്തത് ഇവിടെ നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് തിരിച്ചു മറിച്ചു ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഫസ്റ്റ് ഇട്ട് കൊടുത്തത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ടൊമാറ്റോ സോസിലേക്കും മയോണീസിലേക്കൊക്കെ ഇതുപോലെ മുക്കിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഉൾഭാഗമൊക്കെ നല്ലതുപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ടൊമാറ്റോ കെച്ചപ്പിൽ മുക്കിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് മുഴുവനായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അള്ളാ ഞാൻ വേറൊരു വീഡിയോസായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.